ക്ഷേത്ര വികസന പ്രവർത്തനങ്ങൾക്കായി ദേവസ്വം ബോർഡുകൾക്ക് ചെലവഴിക്കാവുന്ന തുകയുടെ പരിധി 20 ലക്ഷത്തിൽ നിന്ന് 1 കോടിയാക്കി ഉയർത്താനുള്ള അനുമതിക്കായി കോടതിയെ സമീപിക്കുമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. വടക്കുംനാഥൻ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനവും നവീകരിച്ച ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കാര്യാലയത്തിന്റെയും വടക്കുംനാഥൻ ദേവസ്വം ഓഫീസിന്റെയും സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വലിയ രൂപത്തിൽ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നതായിരുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി. ഏതായാലും അതിന്മേൽ ഇവിടുന്ന് പോയ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ രൂപത്തിൽ വന്നിട്ടുള്ള ഒരു വിധി ആ സുപ്രീം കോടതി കേരള ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്യുകയും മാത്രവുമല്ല നിയമങ്ങളും ചട്ടങ്ങളും വ്യാഖ്യാനിക്കാൻ കോടതിക്ക് അധികാരമുണ്ടെങ്കിലും അത് സൃഷ്ടിക്കാനുള്ള അധികാരങ്ങൾ നിയമസഭയ്ക്കോ പാർലമെൻറ്റിനോ ആണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന അതിപ്രധാനമായ ഒരു കമൻ്റ് കൂടി രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നത് ഭക്തജനങ്ങൾ ഏറെ ശ്രദ്ധയോടുകൂടിയാണ് നോക്കിക്കണ്ടത്. നിയമങ്ങളും ചട്ടങ്ങളും വ്യാഖ്യാനിക്കാനേ കോടതികൾക്ക് അധികാരമുള്ളൂവെന്നും നിയമം സൃഷ്ടിക്കാനുള്ള അധികാരം നിയമസഭകൾക്കും പാർലമെന്റിനുമാണെന്ന് ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് ശ്രദ്ധേയമാണ്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കൊണ്ടുവന്ന നിയമ ഭേദഗതികൾ ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രതിസന്ധിയാകുമെന്നതിനാൽ അതിൽ ഇളവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് താൻ കത്തയച്ചിരുന്നു. പാർലമെന്റ് അംഗങ്ങളുടെയും മറ്റും സഹായത്തോടെ അനുകൂല തീരുമാനമുണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം ബോർഡുകളുടെ സുഗമമായ പ്രവർത്തനത്തിനായി അധികാര പരിമിതി തടസ്സമാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം.കെ. സുദർശൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് അംഗങ്ങളായ എം.പി. മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, ദേവസ്വം കമ്മീഷണർ എസ്.ആർ. ഉദയകുമാർ, ദേവസ്വം സെക്രട്ടറി പി. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ കെ. സുനിൽകുമാർ, തൃശൂർ ഗ്രൂപ്പ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കെ. ബിജുകുമാർ, ടി.ആർ. ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.